ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ വീണ്ടും പരാതി. മകന് സ്ഥിരം ജോലിക്കായി കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയെന്ന് അമ്പലവയൽ സ്വദേശി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മരിച്ച DCC ട്രഷറർ NM വിജയന് 2 ബാങ്കുകളിലായി 1 കോടി രൂപയുടെ ബാധ്യതയെന്നും പോലീസിന്റെ കണ്ടെത്തൽ. അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, NM വിജയന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം അക്കൗണ്ടിലടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. എന്താണ് ഈ പുതിയ പരാതിയിൽ പറയുന്നത്? DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന നിയമന കോഴ കേസുകളിലാണ് വീണ്ടും ഒരു പരാതി പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. 22 ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്ന അപ്പോഴത്തെ പത്രോസിന്റെ പരാതിക്ക് പിന്നാലെയാണ് 3 ലക്ഷം വാങ്ങിയെന്ന പരാതി കൂടി പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത്. ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ സ്ഥിരം നിയമനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെടുത്തെന്നാണ് പരാതി. അതിന് CT ചന്ദ്രൻ, KM വർഗീസ് തുടങ്ങിയ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടനിലക്കാരായി സാക്ഷികളായി ഒരു ഉടമ്പടി രേഖയും ഉണ്ടാക്കിയിരുന്നതായി ഈ പരാതിയിൽ പറയുന്നു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് KK ഗോപിനാഥൻ പണം വാങ്ങിയതായാണ് ആരോപണം. എന്നാൽ സ്ഥിരം നിയമനം ലഭിച്ചില്ല. വായ്പയെടുത്താണ് പണം നൽകിയത്. ഇതുമൂലം പലിശയടക്കം വൻ ബാധ്യതയുണ്ടായതിനാൽ ഉടൻ നടപടി വേണമെന്നും ഈ പരാതിയിൽ പറയുന്നു. എന്നാൽ KK ഗോപിനാഥൻ ഈ കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇത് ആസൂത്രിതമായി ഉയർന്നു വരുന്ന ആരോപണം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം 2 ബാങ്കുകളിലായി NM വിജയന് 1 കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 14 ബാങ്കുകളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. 10 ബാങ്കുകളിലെങ്കിലും വിജയന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായാണ് വിവരം. 10 ബാങ്കുകളിൽ ഈ സംബന്ധിച്ചുള്ള പണമിടപാട് രേഖകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് ബാങ്കുകളിലെ വായ്പകൾ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വായ്പകൾ കണ്ടെത്താനും ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്രയും തുക വായ്പ എടുത്തത്, അത് മറ്റേതെങ്കിലും തരത്തിൽ ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാമാണ് പോലീസ് പരിശോധിക്കുന്നത്. ബാധ്യത എങ്ങനെ വന്നു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമന കോഴ ഇടപാടിൽ ഇടനിലക്കാരനായിരുന്നു NM വിജയൻ എന്ന് തെളിയിക്കുന്ന വിവിധ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇടപാടുകളിൽ വലിയ ബാധ്യത NM വിജയന് മേലുണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾ NM വിജയനോടാണ് പണം തിരികെ ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിലാണ് ഇത് പരിഹരിക്കാൻ നേതൃത്വം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് NM വിജയന് പരാതി നൽകിയത്. എന്നാൽ അതിന്മേൽ നടപടി ഉണ്ടായില്ല. ഇതോടുകൂടി ഈ ബാധ്യത മുഴുവൻ വിജയനുമേൽ ഉണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അത് തീർക്കുന്നതിന് വേണ്ടി സ്വമേധയാ നടത്തിയ ശ്രമങ്ങളാണ് ഈ വായ്പയ്ക്ക് പിന്നിലെന്ന് കരുതുന്നു. അതിന് ഈ ജനുവരി 13 ഉൾപ്പെടെ വിവിധ ആളുകളുടെ ബാധ്യത തീർന്നു നൽകുമെന്ന് NM വിജയൻ ഉറപ്പ് നൽകിയിരുന്നതായി പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം എടുത്തത് എന്നത് സംബന്ധിച്ചാണ് ഒരു നിഗമനം പോലീസിനുള്ളത്. ഏതായാലും വിശദമായ പരിശോധനകൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. മരണം സംബന്ധിച്ചാണ് ഈ കേസിൽ ഒരു പ്രധാന അന്വേഷണം. ഏത് വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് മരണത്തിനിടയാക്കിയതെന്നത് സംബന്ധിച്ച് അതിൽ ഈ സാമ്പത്തിക കാരണങ്ങളുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ഏതായാലും പോലീസ് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ മൊഴിയെടുക്കലുകൾ തുറന്നു വരികയാണ് പോലീസ്. ഇന്നും ആ വിധത്തിൽ മൊഴിയെടുക്കും. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തലവൻ ബത്തേരി DYSP ഷെരീഫിന് ജില്ലാ പോലീസ് മേധാവി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇന്നലെ പരാതി നൽകിയ അപ്പോഴത്തെ പത്രോസ് എന്നയാളുടെ മൊഴിയെടുക്കൽ ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഈ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലും കൂടുതൽ മൊഴി ശേഖരിക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ശരി, അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയത്തിൽ ഇനിയും പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പോലീസ് സമഗ്ര അന്വേഷണം നടത്തുകയാണ്.